ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കുറേ വെർബുകളാണ്. വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രവൃത്തികളാണ്. അപ്പോൾ നമുക്ക് ഓരോ പ്രവൃത്തികളായിട്ട് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയാന്ന് നോക്കാം. ആദ്യമായിട്ട് ഗോ. ഗോ എന്ന് പറഞ്ഞാൽ എന്താ? പോകുക എന്നാണ് അർത്ഥം വരുന്നത്. കം, വരിക എന്നാണ് അർത്ഥം. ഈറ്റ്, കഴിക്കുക. ഡ്രിങ്ക്, കുടിക്കുക. സീ, കാണുക. ഹിയർ, കേൾക്കുക. സ്പീക്ക്, സംസാരിക്കുക. റീഡ്, വായിക്കുക. റൈറ്റ്, എഴുതുക. റൺ, ഓടുക. വാക്ക്, നടക്കുക. സ്ലീപ്പ്, ഉറങ്ങുക. വേക്കപ്പ്, ഉണരുക. കുക്ക്, പാചകം ചെയ്യുക. ഡ്രൈവ്, വണ്ടി ഓടിക്കുക. ബൈ, വാങ്ങുക. സെൽ, വിൽക്കുക. ലാഫ്, ചിരിക്കുക. ക്രൈ, കരയുക. തിങ്ക്, ചിന്തിക്കുക. ലേൺ, പഠിക്കുക. ടീച്ച്, പഠിപ്പിക്കുക. ഓപ്പൺ, തുറക്കുക. ക്ലോസ്, അടയ്ക്കുക. പ്ലേ, കളിക്കുക. വർക്ക്, ജോലി ചെയ്യുക. സ്റ്റഡി, പഠിക്കുക. ഹെൽപ്പ്, സഹായിക്കുക. വാഷ്, കഴുകുക. ക്ലീൻ, ശുചീകരിക്കുക അല്ലെങ്കിൽ വൃത്തിയാക്കുക. ബിൽഡ്, നിർമ്മിക്കുക. ബ്രേക്ക്, തകർക്കുക. ഡ്രോ, വരയ്ക്കുക. ത്രോ, എറിയുക. ക്യാച്ച്, പിടിക്കുക. സിറ്റ്, ഇരിക്കുക. സ്റ്റാൻഡ്, നിൽക്കുക. ബിഗിൻ, ആരംഭിക്കുക. ഫിനിഷ്, അവസാനിപ്പിക്കുക. വെയിറ്റ്, കാത്തിരിക്കുക. ലവ്, സ്നേഹിക്കുക. ഹേറ്റ്, വെറുക്കുക. വിൻ, ജയിക്കുക. ഫെയിൽ, തോൽക്കുക. പുൾ, വലിക്കുക. സ്മൈൽ, പുഞ്ചിരിക്കുക. ജംപ്, ചാടുക. ക്ലൈംബ്, കയറുക. ക്യാരി, കൊണ്ടുപോവുക. ലിഫ്റ്റ്, ഉയർത്തുക. ഷെയ്ക്ക്, കുലുക്കുക. കട്ട്, മുറിക്കുക. ചോപ്പ്, അരിയുക. ബൈറ്റ്, കടിക്കുക. ച്യൂ, ചവയ്ക്കുക. സ്വിം, നീന്തുക. ഫ്ലൈ, പറക്കുക. ഗ്രോ, വളരുക. ഹാർവെസ്റ്റ്, വിളവെടുപ്പ് നടത്തുക. ഡിഗ്, കുഴിക്കുക. പ്ലാന്റ്, നടുക. കോൾ, വിളിക്കുക. ടെക്സ്റ്റ്, മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ സന്ദേശം അയക്കുക. ലിസൺ, ശ്രദ്ധിക്കുക. വാച്ച്, കാണുക. അപ്പോളജൈസ്, മാപ്പ് ചോദിക്കുക. ഫോർഗീവ്, ക്ഷമിക്കുക. പ്രോമിസ്, വാഗ്ദാനം ചെയ്യുക. ഡിസൈഡ്, തീരുമാനിക്കുക. എഗ്രി, സമ്മതിക്കുക. ഡിസെഗ്രി, വിസമ്മതിക്കുക. ഇൻവൈറ്റ്, ക്ഷണിക്കുക. ആക്സെപ്റ്റ്, അംഗീകരിക്കുക. റെഫ്യൂസ്, നിരസിക്കുക. ബോറോ, കടം വാങ്ങുക. ലെൻഡ്, കടം കൊടുക്കുക. ഏൺ, സമ്പാദിക്കുക. സ്പെൻഡ്, ചിലവഴിക്കുക. മെഷർ, അളക്കുക. കമ്പയർ, താരതമ്യം ചെയ്യുക. കഫ്, ചുമയ്ക്കുക. സ്നീസ്, തുമ്മുക. അറേഞ്ച്, ക്രമീകരിക്കുക. ഡെക്കറേറ്റ്, അലങ്കരിക്കുക. ട്രാവൽ, യാത്ര ചെയ്യുക. സെർച്ച്, തിരയുക. ഇംപ്രൂവ്, മെച്ചപ്പെടുത്തുക. റിമൈൻഡ്, ഓർമ്മപ്പെടുത്തുക. വാൺ, മുന്നറിയിപ്പ് നൽകുക.
റിപ്പയർ ശരിയാക്കുക, സെലിബ്രേറ്റ് ആഘോഷിക്കുക, കാൽക്കുലേറ്റ് കണക്ക് കൂട്ടുക, ഡിസ്ട്രോയ് തകർക്കുക, ചൂസ് തിരഞ്ഞെടുക്കുക, ആസ്ക് ചോദിക്കുക, സെഡ് പറയുക, ആഡ് കൂട്ടിച്ചേർക്കുക, ഡു ചെയ്യുക, ബെഗ് യാചിക്കുക, ട്രൈ ശ്രമിക്കുക. ഇതൊക്കെ നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വെർബുകളാണ് അല്ലെങ്കിൽ പ്രവൃത്തികളാണ്. ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഇംഗ്ലീഷ്, അതിൻ്റെ മലയാളം മീനിങ് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുന്നത് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കൺഫ്യൂഷനും ഇല്ലാതിരിക്കാൻ സഹായിക്കും. ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും വെർബൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്തരം കോമൺ ആയിട്ടുള്ള വെർബുകൾ കിട്ടാതെ സ്റ്റക്കായി പോകുന്നൊരവസ്ഥ ഇനി ഉണ്ടാവരുത്. ഞാനൊരു ഉദാഹരണം പറയാം. അവൻ മരത്തിൽ കയറി എന്നാണ് നമുക്ക് പറയേണ്ടത്. അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ അവൻ എന്ന് പറയാൻ ഹി ആണ് യൂസ് ചെയ്യുക, നമുക്ക് എല്ലാവർക്കും അറിയാം. മരം എന്ന് പറയാനോ ട്രീ എന്നാണ് യൂസ് ചെയ്യുക, അതും അറിയാം. മരത്തിൽ കയറി എന്നിപ്പോൾ എങ്ങനെയാ പറയാന്നൊരു ഡൗട്ട് പലർക്കും വരാം. അവിടെയാണ് നമ്മൾ വെർബ് കിട്ടാണ്ട് സ്റ്റക്കായി പോവുക. ഹി ക്ലൈംഡ് ദ ട്രീ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടതാണ് ക്ലൈംബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, കയറുക എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വെർബുകൾ കയ്യിലുണ്ടെങ്കിൽ സെൻറ്റൻസ് മേക്കിംഗ് ഒക്കെ കുറച്ചുകൂടി ഈസി ആവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.